അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വന്നിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് സൈക്കിൾ മെത്തേഡിൻ്റെ ഫൈനൽ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട്. എന്താണ് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട്? ഓക്കെ, ഒരു കമ്പോണൻറ്റ് നമ്മുടെ ഡോമുണ്ട്, നമ്മൾ പഠിച്ച ഡോം. ഓക്കെ, ആ ഒരു ഡോമിൽ നിന്ന് ഒരു കമ്പോണൻറ്റ് റിമൂവ് ചെയ്യുന്ന ആ സമയത്ത് ഡോമിൽ നിന്ന് റിമൂവ് ചെയ്യണ ആ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഈ സംഭവം വർക്ക് ചെയ്യും. കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് വർക്ക് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ ആ ഡോമിൽ നിന്ന് നമ്മുടെ ഒരു കമ്പോണൻറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എന്താണോ എഴുതി കൊടുത്തിരിക്കുന്നത്, ആ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന കോഡ് വർക്ക് ചെയ്യും. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് റിക്വസ്റ്റ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇൻ്റർവെൽസ് ഒക്കെ ഉണ്ട്, ഈ സെറ്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, സെറ്റ് ഇൻ്റർവെൽ ഇതുപോലുള്ള മെത്തേഡ്. അത് ക്ലിയർ ഇൻ്റർവെല്ല് കൊടുക്കാനും അപ്പോൾ ഈവൻ ലിസ്റ്റേഴ്സൊക്കെ റിമൂവ് ചെയ്യാനും ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്നിവിടെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാൻ നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന ശേഷം ഇവിടെ വരുവാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പോണൻ്റാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം, സിമ്പിളായിട്ടൊരു കമ്പോണൻ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആപ്പിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് കാർഡ് ഫ്രം എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യണേ? കാർഡ് കമ്പോണൻസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാർഡിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പം കണ്ടോ, ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ല, ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു നമ്മളിവിടെ റെൻഡറിന് മേലെയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം? നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് വേണം. ഓക്കെ, നമുക്കിവിടെ കൺസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കാം. കാരണം ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം എനിക്ക് ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് റിമൂവ് ആകാൻ. അപ്പോൾ നമ്മൾ നോർമലി അതെങ്ങനെ അച്ചീവ് ചെയ്യുന്ന, ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു ബൂളിയൻ വാല്യൂ കൊടുക്കും. എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഈ സർട്ടൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ഇതാകും, അല്ലെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുപോലെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. കൺസ്ട്രക്ടർ ഞാൻ വിളിച്ചു കൊടുത്തു. കൺസ്ട്രക്ടർ വിളിച്ചു കൊടുത്ത ശേഷം നമുക്ക് സൂപ്പർ എന്ന് പറഞ്ഞ മെത്തേഡ് ആക്സസ് ചെയ്യാം. സൂപ്പർ എന്ന് പറഞ്ഞ മെത്തേഡ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ക്ലാസ് പോയി നോക്കിയാൽ മതി, നമ്മളിതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ഇവിടെ വന്നിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ദിസ് ഡോട്ട് സ്റ്റേറ്റ്, സെറ്റ് സ്റ്റേറ്റ് അല്ല, നമ്മൾ സ്റ്റേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കണം? സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഷോ എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ബൂളിയൻ വാല്യൂ ആണ്. ഷോ ഞാൻ ട്രൂ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, ട്രൂ ആക്കി വെച്ചു. ദെൻ നമുക്കിത് ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ എന്നിട്ട് റിട്ടേണിൽ വരുവാണ്. ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റിനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടേണ്ട എന്താണ്? കമ്പോണൻ്റ് ആണ്. അപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കാം. വെറുതെ പറഞ്ഞു കൊടുക്കണ്ട, ഇതിൻ്റെ അകത്തൊരു കണ്ടീഷൻ ഇട്ടിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദിസ് ഡോട്ട് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി? ഷോ ഉണ്ട്. ഷോ എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി സർട്ടൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? കാർഡ് എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചാം. അതായത് നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യണം? നമ്മുടെ ഡോമിൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ കിട്ടേണ്ടത്? empty കോഡ്സ് നമ്മളിവിടെ ഇട്ടു. അതിൻ്റെ അകത്തൊന്നുമില്ല, ഒന്നും റിട്ടേൺ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്തു. അപ്പം എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഞാനിത് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്. ഓക്കെ, ഇവിടെ കാർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഫോർമാറ്റ് ചെയ്തു. നമുക്കിതൊന്ന് എന്താ പറയുക, നമുക്കിതിനെ ഒന്ന് വിളിച്ചു കൊടുക്കാം. npm strt സ്റ്റാർട്ട് വിളിച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ ആ ഒരു ഫോൾഡറിലല്ല, cd മൗണ്ട്. ഓക്കെ, npm strt സ്റ്റാർട്ട് വിളിച്ചു കൊടുത്തു, npm സ്റ്റാർട്ട് വിളിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പം തന്നെ നമുക്കത് കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ കണ്ടിന്യൂ നോക്കാം. ഇനി നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പറഞ്ഞു കൊടുക്കാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എനിക്കിവിടെ കാർഡ് എന്നും പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് കാർഡ്. ഓക്കെ, എനിക്ക് ആ കമ്പോണൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ട്രൂ ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഫോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയാം, ബൂളിയൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോൾസ് ആണെങ്കിൽ നോർമലി അതെന്താകും, അത് ഫോൾസ് ആകും. ഓക്കെ, നമുക്കിവിടെ ഇതിനെ നമുക്കൊരു കണ്ടീഷൻ്റെ അകത്ത് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ബട്ടൺ വേണം. നമുക്കൊരു ബട്ടൺ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാനൊരു ബട്ടൺ പറഞ്ഞു കൊടുക്കുവാണ്. ബട്ടൻ്റെ അകത്ത് ഞാനിതിന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതൊരു ഡിവ് ആയതുകൊണ്ട് ഇങ്ങനെയായി. ഓക്കെ, നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബട്ടൺ പറഞ്ഞു കൊടുക്കാം. ഞാനൊരു ബട്ടൺ പറഞ്ഞു കൊടുക്കുവാണ്. ബട്ടൺ BUTTON ബട്ടൺ. ഈ ബട്ടൻ്റെ അകത്ത് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം. ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കാര്യം വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൺ ക്ലിക്ക് പറഞ്ഞു കൊടുക്കാം. ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് വിളിച്ചു കൊടുക്കാം. ദിസ് ഡോട്ട് ഡിലീറ്റിംഗ്. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഡിലീറ്റിംഗ് എന്ന് തന്നെ പേരിട്ടു. ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ബട്ടനെ ക്ലിക്ക് കൊടുക്കാം. ഞാനിവിടെ പറഞ്ഞു കൊടുക്കുവാണ്. ക്ലിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ വരാം. കണ്ടോ, ഇവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യില്ല. നോർമലി എന്താണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ റെൻഡറിൻ്റെ മേലെയായിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മളെന്താണ്, ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ വിളിച്ചു കൊടുക്കുന്നത്. സോ ഞാൻ ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. വിളിച്ചിട്ടുണ്ട്, നമ്മളത് ക്രിയേറ്റ് ആക്കിയിട്ടില്ല. ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിൽ എന്താണ്, സെറ്റ് സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വേണം. സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ അകത്ത് ഇത് നമ്മൾ ഫോൾസ് ആക്കും. അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഫോൾസ് ആകും. ഷോ എന്നുള്ളത് ഫോൾസ് ആകും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സെറ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് നമുക്ക് ആ സ്റ്റേറ്റിൽ എന്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഷോ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് വെച്ചിരിക്കുന്നത്, പ്രോപ്പർട്ടി. ആ വാല്യൂവിൻ്റെ ആ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ നമുക്ക് എന്താക്കി കൊടുക്കണം, ഫോൾസ് ആക്കി കൊടുക്കണം. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആകും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തു. നമുക്കിവിടെ വരാം. കണ്ടോ, ഫോൾസായി. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആവുന്നുണ്ട്. വർക്കിംഗ് ആണ്. ഓക്കെ, അത്രയും വർക്കിംഗ് ആണ്. ഇനി ഈ കാർഡിൻ്റെ അകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പോകട്ടോ. ഞാൻ ഈ റെൻഡറിൻ്റെ മേലെയായിട്ട് ഞാൻ കാർഡിൻ്റെ അകത്ത് ഞാനിവിടെ എഴുതി കൊടുക്കുവാണ്. എന്താണ്, കമ്പോണൻറ്റ്. ഇത് നിങ്ങൾക്ക് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കമ്പോണൻറ്റ് വിൽ അൺമൗണ്ടിൻ്റെ അകത്ത് ഞാനൊരു കൺസോൾ ലോഗാണ് തൽക്കാലം ഇടുന്നത്. പക്ഷേ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, അൺമൗണ്ടഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻസ്പെക്റ്റ് എടുക്കുന്നു. കൺസോൾ വരുന്നു. ഞാനിത് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, അൺമൗണ്ടഡ്. എന്താണ് സംഭവിച്ചത്, അൺമൗണ്ടഡ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺമൗണ്ടഡ് എന്നും പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. എന്തുകൊണ്ടാണ് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന അൺമൗണ്ട് ആകുവാണ്. ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു കമ്പോണൻറ്റ് നമ്മുടെ ഡോമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഡോമാണ്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന ഈ ഒരു സ്പേസ് നമ്മൾ ഇതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിൽ നിന്ന് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആക്ഷൻ നടക്കുമ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താ പറയുക, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം ഈ ഒരു കമ്പോണൻ്റ് ഡോമിൽ നിന്ന് റിമൂവ് ആകും. അപ്പോൾ ഈ കമ്പോണൻ്റ് ഡോമിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അൺമൗണ്ട്. ഓക്കെ, അൺമൗണ്ടിൻ്റെ അതായത് ആ കമ്പോണൻ്റ് ആ ഒരു സ്പോട്ടിൽ കമ്പോണൻ്റ് റിമൂവ് ആകുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്, ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കമ്പോണൻറ്റ് റിമൂവ് ആകുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് റിമൂവ് ആകണം. അപ്പോൾ നമുക്കവിടെ നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാം, ക്ലീനപ്പ്, ഈവൻ ലിസ്റ്റൻസ് റിമൂവ് ചെയ്യാം, ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽസ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ഒരു സ്പോട്ടിൽ തന്നെ കണ്ടോ കമ്പോണൻറ്റ് വിൽ അൺമൗണ്ട് വർക്ക് ചെയ്യും. കണ്ടോ, അൺമൗണ്ടഡ്. ഇതാണ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ്. നമ്മൾ ആക്ച്വലി ഇത് പഠിച്ചു. ഇനി നമുക്ക് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ ഇറക്കുള്ളൂ. കാരണം എന്താ പറയുക, കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. കൊറോണയൊക്കെ അടിച്ചിരിക്കുവാണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഇറക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.